ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ അനശ്വര നടൻ ജയൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെയോ അല്ലെങ്കിൽ ഒരു പരിചയപ്പെടുത്തലിൻ്റെയോ ഒന്നും ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം 1974 മുതൽ 80 വരെ വളരെ കുറച്ച് വർഷങ്ങൾ, ഏകദേശം 6 വർഷത്തോളം മാത്രം മലയാള സിനിമയിൽ അഭിനയിച്ച ഒരു നടനാണ്. എന്നിട്ട് പോലും അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ, ഏകദേശം 100ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു. അതിലെ പല വേഷങ്ങളും നമ്മൾ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള വേഷങ്ങളായിരുന്നു. അത്രയും ഒരു വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ അത്രയും ഒരു നല്ല അഭിനയശേഷിയുള്ള നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പൊ കുറേ വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിനെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, മുരളി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ മകൻ ആണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ശ്രീ ജയൻ 1980 ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരിച്ചതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹം ഷൂട്ടിങ്ങിനിടയിലുണ്ടായ അപകടത്തിലാണ് മരണപ്പെടുന്നത്. വളരെ കുറച്ച് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, 40-41 വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. അതിനുശേഷം കുറേ വർഷങ്ങൾ കഴിഞ്ഞ് 1999 തോന്നുന്നു, മാതൃഭൂമി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു വാർത്ത വരികയാണ്. മുരളി ജയൻ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി, അല്ലെങ്കിൽ ജയന്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വരികയാണ്. അല്ലെങ്കിൽ ജയൻ ഒരു മകനുണ്ട് എന്ന രീതിയിൽ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു പ്രാധാന്യമുള്ള വാർത്തയായിട്ട് ഒരു അമ്മയും മകനും ഇരിക്കുന്ന ഫോട്ടോയും കൊടുത്ത് ഒരു ന്യൂസ് വരികയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഈ ജയൻ എന്ന് പറയുന്ന വ്യക്തി വിവാഹം കഴിച്ചിട്ടില്ല, അദ്ദേഹത്തിന് കുടുംബമില്ല, മക്കളില്ല. അപ്പോഴാണ് ഈ വാർത്ത വരുന്നത്. അങ്ങനെ മാതൃഭൂമി എന്നൊക്കെ പറയുന്ന, അന്ന് നമ്മൾ പത്രങ്ങളിലൂടെയാണ് വാർത്തകളൊക്കെ അറിയുന്നത്. പത്രങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഒരു ക്രെഡിബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഇന്നത്തെ ചാനലുകളെ പോലെയോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ചാനലുകളെ പോലെയോ എന്തും മഞ്ഞ വാർത്തകൾ പടച്ചു വിടുന്ന കാലമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മാതൃഭൂമി പോലെ ഒരു പത്രത്തിൽ വന്ന വാർത്തയായതുകൊണ്ട് എല്ലാവരും അത് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കണം. എല്ലാവരും അത് വളരെ പ്രാധാന്യത്തോടു കൂടെ കണ്ടൊരു വാർത്ത തന്നെയായിരുന്നു. പിന്നീട് കുറച്ചുകൂടെ കാലം കഴിഞ്ഞുപോയി. ഒരു എമോ ദേവസ്യ എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിന്റെ ആത്മകഥ തുടർച്ചയായിട്ട് ഒരു സിനിമാ വാരികയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പേര് തിക്കുരിശി മുതൽ ഷക്കീല വരെ, അങ്ങനെ എന്തോ ആയിരുന്നു പേര്. അപ്പൊ അദ്ദേഹം അതിൽ ഒരു ഭാഗത്ത് ഈ ജയനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ജയനോട് ഒരിക്കൽ ചോദിച്ചു, എന്താണ് വിവാഹം കഴിക്കാത്തതെന്ന്. അപ്പൊ ജയൻ പറഞ്ഞു, എനിക്ക് നാട്ടില് ഒരാശാരി സ്ത്രീയിൽ ഒരു മകനുണ്ട്, ഞാൻ അവർക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് വേറെ വിവാഹം കഴിക്കില്ല എന്ന്, അതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാത്തതെന്ന് ജയൻ പറഞ്ഞു എന്ന രീതിയിൽ എമോ ദേവസ്യ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ജനങ്ങൾ കുറച്ചുകൂടെ ഉറപ്പിക്കുന്നു അത് മുരളി മകനാണ് എന്ന രീതിയിൽ അത് ഉറപ്പിക്കുന്നു. പിന്നെ അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല, അതുകൊണ്ട് ഇത് ന്യൂസായിട്ട് പിന്നീട് ചർച്ചകളോ ഇന്റർവ്യൂകളോ അങ്ങനെയൊന്നും വരുന്നില്ല. അതങ്ങനെ എല്ലാവരും മറന്നു പോകുന്ന ഒരു അവസ്ഥയ്ക്ക് പോകുന്നു. കുറേ കാലങ്ങൾ കഴിഞ്ഞ് സോഷ്യൽ മീഡിയ വരുന്നു, ഫേസ്ബുക്ക് വരുന്നു, എല്ലാം ആക്റ്റീവ് ആവുന്നു, യൂട്യൂബ് വരുന്നു, ആളുകളൊക്കെ ഇത് കാണാൻ തുടങ്ങും. ആ സമയത്ത് ഉമാ നായർ എന്ന് പറയുന്ന ഒരു സീരിയൽ ആർട്ടിസ്റ്റ്, കുറച്ച് വർഷം മുൻപാണ്, ഒരു 8 വർഷം മുൻപ് ഒരു ഇന്റർവ്യൂ, റിമി ടോമിക്കാണെന്ന് തോന്നുന്നു, ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇവര് റിമി ടോമിയെ മുൻപ് പരിചയപ്പെട്ട സമയത്ത്, അല്ലെങ്കിൽ അവരെ ഒന്നിച്ച് അഭിനയിച്ചിരുന്നോ അല്ലെങ്കിൽ ഒന്നിച്ച് പ്രോഗ്രാമൊക്കെ ചെയ്തിരുന്ന സമയത്ത് റിമി ടോമിയോട് ഈ പറയുന്ന ജയൻ എന്റെ വല്യച്ഛനാണ്, എന്റെ സ്വന്തം വല്യച്ഛനാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നു. നമ്മളെയൊക്കെ ഫാമിലിയിൽ ഇപ്പോൾ വലിയൊരു വ്യക്തി ഉണ്ടെങ്കിൽ കുറച്ച് അകന്ന ബന്ധമായിരിക്കാം, ചിലപ്പോൾ കസിൻ ആയിരിക്കാം, കസിൻ ബ്രദർ ആയിരിക്കാം, അല്ലെങ്കിൽ കസിൻ സിസ്റ്റർ ആയിരിക്കാം. പക്ഷെ നമ്മൾ പറയുമ്പോൾ അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഗമയ്ക്ക് വേണ്ടി പലരോടും പറയും, അദ്ദേഹം എൻ്റെ ബ്രദറാണ്, എൻ്റെ സ്വന്തം ഏട്ടനാണ് എന്നൊക്കെ പറഞ്ഞു കളയും. അതേപോലെ ഉമാ നായർ എപ്പോഴെങ്കിലും അവരുടെ ഒരു സന്തോഷത്തിനോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൗഢിക്കോ വേണ്ടി അവർ പറഞ്ഞ കാര്യമായിരിക്കാം ഈ ജയൻ എൻ്റെ വല്യച്ഛൻ്റെ മകനാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഒരിക്കൽ ഒരു ഇന്റർവ്യൂ എടുക്കുകയാണ്, റിമി ടോമി ആണെന്നാണ് ഓർമ്മ. അപ്പോൾ ഉമാ നായരോട് റിമി ടോമി ഭയങ്കര അത്ഭുതത്തിൽ ചോദിക്കേണ്ടത്, എനിക്കറിയാം, ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ജയൻ സാർ വല്യച്ഛൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് കുറച്ച് തപ്പി തടഞ്ഞ്, കാരണം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണത് പറയുന്നത്. അപ്പൊ അവര് എന്റെ വല്യച്ഛന്റെ മകനാണ് എന്നൊക്കെ ഇങ്ങനെ പതുക്കെ അങ്ങ് പറഞ്ഞു പോകുന്നുണ്ട്. അതിനുശേഷം ആദിത്യൻ എന്ന് പറയുന്ന ജയന്റെ അനിയൻ സോമൻ നായരുടെ മകൻ ആദിത്യൻ, സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആദിത്യൻ രംഗത്ത് വരുന്നു. അദ്ദേഹം പറയുന്നു, ഉമാ നായർ പറയുന്നു വല്യച്ഛന്റെ മകനാണ് എന്ന് പറയുന്നു. എന്റെ വല്യച്ഛനാണ് ജയൻ, ജയന് വേറെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒന്നുമില്ല, എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ 3 മക്കളാണ്, മൂത്തത് കണ്ണൻ നായർ, പിന്നെ ആദിത്യൻ, പിന്നെ ലക്ഷ്മി, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഉമാ നായർ എന്ന് പറയുന്നത് ഒരു വല്യച്ഛന്റെയും ജയന്റെ ഒരു വല്യച്ഛന്റെയും മകനല്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചെറിയച്ഛന്റെ ബന്ധുക്കളോ ഒന്നും അല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും. അപ്പൊ അത് പറഞ്ഞു പോകുന്നതിന്റെ കൂട്ടത്തിൽ ആദിത്യം പറയുന്നുണ്ട്, പണ്ട് ഇതുപോലെ ഒരാളെ ജയന്റെ മകനാന്ന് പറഞ്ഞിട്ട് വന്നു, അതും ഇതേപോലെയൊക്കെ തന്നെയാണെന്നൊക്കെയുള്ള രീതിയിൽ ആദിത്യം സംസാരിക്കും. അപ്പോൾ ഉമാ നായർ പിന്നീട് രംഗത്ത് വന്നു, ഞാൻ ബന്ധുവാണ്, പക്ഷെ ഞാൻ ബ്രദറാന്ന് പറഞ്ഞു പോയി, അല്ലെങ്കിൽ വല്യച്ഛന്റെ മകനാന്നൊക്കെ പറഞ്ഞു പോയി എന്നുള്ളൂ, ഞാൻ അടുത്ത ബന്ധം തന്നെയാണ് എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾക്ക് ഈ കുറച്ച് അകന്ന ബന്ധങ്ങളൊന്നും അറിയില്ലല്ലോ, പിന്നെ ആദിത്യനൊക്കെ തന്നെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിരുന്നു
തോന്നുന്നു. അവരുടെ എന്തോ ഒരു ബന്ധുവായിട്ടുള്ള ബാലൻ നായരുടെയോ ആരുടെയോ മകളാണ് ഈ പറയുന്ന ഉമ എന്ന് പറയുന്നത്. അപ്പോൾ ബന്ധുക്കൾ തന്നെയാണ്, പക്ഷെ ഉമ പറഞ്ഞ പോലെ അത്ര ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ അല്ല എന്നുള്ളത് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ആദ്യം നടത്തിയ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ മുൻപ് ഒരാൾ ഇതേപോലെ മകനാണെന്ന് പറഞ്ഞു, ജയന്റെ മകനാണെന്ന് പറഞ്ഞു വന്നു എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് ഈ മുരളി ജയൻ എന്ന് പറയുന്ന വ്യക്തി വീണ്ടും രംഗത്ത് വരുന്നതിന് കാരണമായി. അന്ന് മുതൽ ഈ മുരളി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ജയന്റെ മകനാണ്, അവരാരാണ് അങ്ങനെ പറയാന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് ജയന്റെ ഫാമിലിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ ഈ മുരളി എന്ന് പറയുന്ന ജയന്റെ മകനാണെന്ന് അവകാശപ്പെടുന്ന വ്യക്തി പറയുന്ന കഥ, എങ്ങനെ അദ്ദേഹം ജയന്റെ മകനായി ജനിച്ചു എന്നുള്ള കഥയാണ്. ഈ മുരളിയുടെ അമ്മ തങ്കമ്മ എന്ന് പറയുന്ന വ്യക്തി, തങ്കമ്മ നേരത്തെ വിവാഹം കഴിച്ചതായിരുന്നു. രാമകൃഷ്ണൻ ആചാരി എന്ന് പറയുന്ന വ്യക്തിയാണ് വിവാഹം കഴിച്ചിരുന്നത്. അദ്ദേഹം ഒരു തീപ്പെട്ടി കമ്പനിയിൽ ഫോർമാൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അത് മറച്ചു വെച്ചിട്ട് ഈ മുരളിയുടെ അമ്മ തങ്കമ്മയെ കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടിട്ട് വിവാഹം കഴിക്കുന്നു. തങ്കമ്മ ഇട്ടുകൊടുത്തൊരു മോതിരം ആ ആദ്യം ബന്ധമുണ്ടായിരുന്ന സ്ത്രീക്ക് ഇദ്ദേഹം അണിയിച്ചു കൊടുക്കുന്നു. അവർക്ക് കുട്ടികളുണ്ടായി. അതിനുശേഷം കുട്ടികൾ ഉണ്ടാവുന്നു. ഒരു ആൺകുട്ടി, ഒരു മോഹൻ എന്ന് പറഞ്ഞൊരു ആൺകുട്ടി എന്തോ, പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടാവുന്നു. പെൺകുട്ടി പിന്നീട് പനി എന്തോ ആയിട്ട് മരിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ വ്യക്തി ഒരു തീപ്പെട്ടി കമ്പനിയിലെ ഫോർമാൻ ആണെന്ന് പറയുന്നു. അവിടുത്തെ ഒരു സ്റ്റാഫുമായിട്ടാണ് ഇദ്ദേഹത്തിന് ബന്ധം ഉണ്ടായിരുന്നത്. ഒരു ദിവസം ഈ തങ്കമ്മ തീപ്പെട്ടി കമ്പനിയിൽ ചെന്ന സമയത്ത് ആ സ്റ്റാഫിന്റെ കയ്യിൽ തങ്കമ്മയുടെ മോതിരം കാണുന്നു. എന്നുവെച്ചാൽ തങ്കമ്മയുടെ ഭർത്താവായ രാമകൃഷ്ണൻ ആചാരി ഇട്ട് കൊടുത്ത മോതിരം കാണുന്നു. അന്ന് അവിടെ വെച്ചൊരു വലിയ വഴക്ക് നടക്കുന്നു. അങ്ങനെ തങ്കമ്മയും രാമകൃഷ്ണൻ ആചാരിയും തമ്മിൽ പിരിഞ്ഞു പോകുന്നു. ഇനി എനിക്ക് ഇദ്ദേഹമായിട്ട് യാതൊരു ബന്ധമില്ല എന്നൊക്കെ തീരുമാനിക്കുന്നു. ഈ സ്വന്തം മകനെ എന്ന് വെച്ചാൽ രാമകൃഷ്ണനാചാര്യയിലുണ്ടായ മകനെ മോഹനെ വേറെ ആരെയോ വളർത്താനങ്ങ് ഏൽപ്പിക്കുന്നു. എന്ന് വെച്ചാൽ അവരുടെ തന്നെ ബ്രദറിനെയോ ആരെയോ ഒരാളെ വളർത്താൻ എവിടെയോ ഏൽപ്പിച്ചിട്ട് ഇവർ ഈ ഭർത്താവിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ തീപ്പെട്ടി കമ്പനിയിൽ തന്നെ ജോലിക്ക് പോകുന്നു. അവിടുത്താണ് ഈ കഥയുടെ തുടക്കം. അങ്ങനെ ഇവർ ജോലിക്ക് പോയി ഒരു ദിവസം തിരിച്ചു വരുന്ന വഴിക്ക് ഒരു വീട് കാണുന്നു. അവിടെ ഈ ഭാരതിയമ്മ എന്ന് പറയുന്ന സ്ത്രീ താമസിക്കുന്നുണ്ട്. പുറമ്പോക്കിലൊരു വീട്. ഭാരതിയമ്മ എന്ന് പറയുന്ന സ്ത്രീ നമ്മുടെ അനശ്വരനായ നടൻ ജയന്റെ അമ്മയാണ്. ഭാരതിയമ്മേനെ കാണുന്നു. അങ്ങനെ ഭാരതിയമ്മയെ പരിചയപ്പെടുന്നു, സംസാരിക്കുകയൊക്കെ ചെയ്യും. ഈ ജയന്റെ അച്ഛൻ സത്രം കാവൽക്കാരനായിരുന്നു, കൊട്ടാരം സത്രം കാവൽക്കാരനായിരുന്നു. തേവള്ളി കൊട്ടാരത്തിന്റെ അടുത്ത് എവിടെയായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ ഭാരതിയമ്മ, അവർക്ക് 2 മക്കള്. മൂത്ത മകൻ ജയൻ, ശരിക്കും കൃഷ്ണൻ നായർ എന്നാണ് പേര്. രണ്ടാമത്തെ മകൻ സോമൻ നായർ. അപ്പൊ ഈ 2 മക്കളും ഈ അമ്മയും പുറമ്പോക്കിലൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അച്ഛൻ മരിച്ച ശേഷം അവർക്ക് കൊട്ടാരത്തിലുണ്ടായിരുന്ന ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. പിന്നെ അവർക്കൊരു ചെറിയ വീട് എവിടെ ഉണ്ടായിരുന്നു, അത് അവർ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. 2 രൂപ എന്തോ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് അവർ പുറമ്പോക്കിൽ ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ജയൻ ആ സമയത്ത് നേവിയിലായിരുന്നു വർക്ക് ചെയ്തതെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തങ്കമ്മ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഭാരതിയമ്മയുടെ വീട്ടിൽ ഒരു കുട്ടി, ഭാരതിയമ്മയുടെ ചെറിയ മകൻ സോമൻ നായർ, ഒരു കലത്തില് എന്തോ ഒരു തവി ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അടുപ്പത്ത് വെച്ചിട്ട്. അദ്ദേഹം കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നു അത്ര, കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തങ്കമ്മ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ഭക്ഷണമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ തങ്കമ്മയ്ക്ക് ഭയങ്കര വിഷമായി. എന്നിട്ട് തങ്കമ്മ കടയിൽ പോയി കുറേ സാധനങ്ങൾ, ആ വീട്ടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊടുത്തിട്ട് ഇനി ഒരിക്കലും ഭാരതിയമ്മയും മക്കളും പട്ടിണി കിടക്കില്ല, ഞാൻ നോക്കും ഈ കുടുംബം എന്ന് പറയുന്നു. ഏത് സ്വന്തം മകനെ ആർക്കോ വളർത്താൻ കൊടുത്തിട്ട് യാതൊരു മനസാക്ഷിയില്ലാതെ ഭർത്താവിനോട് പ്രതികാരം ചെയ്യാൻ വന്ന് താമസിക്കുന്ന തങ്കമ്മ. അപ്പൊ തങ്കമ്മ വന്നിട്ട് പറയുന്നു ഞാൻ ഈ കുടുംബം നോക്കാന്ന് പറയുന്നു. അങ്ങനെ ആ വീട്ടിലെ ചെലവുകളെല്ലാം ഈ തങ്കമ്മയാണ് അത്ര പിന്നീടുള്ള കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജയൻ ലീവിന് നാട്ടിലേക്ക് വരികയാണ്. അപ്പൊ വഴിയിൽ വെച്ച് തങ്കമ്മേനെ കാണുന്നു. അപ്പൊ തങ്കമ്മയാണിതെന്ന് ജയൻ അറിയൊന്നുമില്ല. ജയന്റെ അമ്മ ഭാരതിയമ്മ നിരന്തരമായിട്ട് ജയന് കത്തെഴുതുമായിരുന്നു. തങ്കമ്മ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയാണ് നമ്മുടെ കുടുംബത്തിന് എല്ലാ ഹെൽപ്പും ചെയ്യുന്നത്, വളരെ നല്ല സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞ് കത്തെഴുതുമായിരുന്നു. അങ്ങനെ ജയൻ വീട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസം തങ്കമ്മ വരുന്നു. അങ്ങനെ തങ്കമ്മയെ പരിചയപ്പെടുന്നു. അമ്മ പറയുന്നു ഇതാണ് തങ്കമ്മ, ഇതാണ് നമ്മളെ കുടുംബം രക്ഷിച്ച സ്ത്രീ എന്നൊക്കെ പറയുന്നു. ജയന് ഈ സ്ത്രീയോട് ഭയങ്കര സഹതാപം തോന്നുന്നു. അങ്ങനെ ഒരു ദിവസം ജയൻ അമ്മയോട് പറയുകയാണ്, അമ്മേ ഈ തങ്കമ്മ ഒരുപാട് നമ്മളെ കുടുംബം രക്ഷിച്ച് നോക്കുന്നതല്ലേ, പാവപ്പെട്ട സ്ത്രീയല്ലേ, ഞാൻ ആ തങ്കമ്മയ്ക്ക് ഒരു ജീവിതം കൊടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ജീവിതം കൊടുക്കട്ടെ ചോദിക്കുമ്പോൾ പൊതുവെ വിവാഹം കഴിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടാണ് ജീവിതം കൊടുക്കുക. പക്ഷെ ജയൻ ജീവിതം കൊടുത്തു എന്ന് ജയന്റെ മകൻ പറയുന്ന മുരളി അവകാശപ്പെടുന്നത് തങ്കമ്മയ്ക്ക് ഒരു അവീതത്തിൽ ഒരു കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. ആ കുട്ടിയാണ് ഈ പറയുന്ന മുരളി എന്ന് പറയുന്ന വ്യക്തി. എന്നിട്ട് ഒരു കുട്ടി ഓൾറെഡി ഉള്ള ആ കുട്ടിയെ നോക്കാൻ പറ്റാതെ വേറെ ആരോ ഏൽപ്പിച്ചിട്ടുള്ള ഒരു സ്ത്രീക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നത് വേറെ ഒരു കുട്ടീനെയും കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് എന്നുള്ള രസകരമായിട്ടുള്ള വസ്തുതയാണ് ഈ മുരളി എന്ന് പറയുന്ന വ്യക്തി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തങ്കമ്മ ഗർഭിണിയാവുന്നു, തങ്കമ്മ പ്രസവിക്കുന്നു. തങ്കമ്മയുടെ പ്രസവം നോക്കുന്നത് ഈ ജയന്റെ അമ്മയാണെന്ന് പറയുന്നു. അതിനിടയിൽ ഈ ജയൻ മലയാള സിനിമയിലേക്ക് പ്രവേശിക്കുന്നു. അദ്ദേഹം നേവിയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർ
സിനിമകളൊക്കെ ആയിട്ടാണ് വന്നത് തോന്നുന്നു. അദ്ദേഹം മലയാള സിനിമയിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ഭയങ്കര നടനായിട്ട് മാറുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വളരെ പ്രശസ്തിയും ഒക്കെ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അതുവരെ ഭയങ്കര ദാരിദ്ര്യമായതുകൊണ്ട് ആരും ആ കുടുംബം തിരിഞ്ഞു നോക്കിയിരുന്നില്ല. തങ്കമ്മ മാത്രമേ നോക്കാനുണ്ടായിരുന്നുള്ളൂ അത്ര. ആ ജയൻ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായതോടുകൂടെ അതുവരെ ഇല്ലാത്ത എല്ലാ ബന്ധുക്കളും ഇവരുടെ കുടുംബമായിട്ട് അടുത്തുകൂടുന്നു. അങ്ങനെ തങ്കമ്മയ്ക്ക് അവിടെ ഒരു സ്ഥാനമില്ലാതാവുന്നു. ബന്ധുക്കൾ പലരും തമ്മിൽ എന്തിനാ ഈ സ്ത്രീനെ ഇവിടെ താമസിച്ചിരിക്കുന്നത്, ജയന് നാണക്കേടാവില്ലേ, ഈ കുട്ടി ഉണ്ട് എന്നൊക്കെ ഉള്ള പിന്നീട് നാണക്കേടാവില്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നത് തങ്കമ്മ കേൾക്കുന്നു. ഭയങ്കര അഭിമാനിയായിട്ടുള്ള തങ്കമ്മ ഈ കുട്ടിയെയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം ഈ ജയന്റെ കുടുംബമായിട്ട് തങ്കമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് യാതൊരു ബന്ധവും ഇല്ല. ഈ മുരളി എന്ന് പറയുന്ന വ്യക്തിക്ക് 2 വയസ്സെന്തോ ഉള്ളപ്പോഴാണ് അവിടുന്ന് ഇറങ്ങി വരുന്നതെന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നെ തങ്കമ്മ ഈ മോനെയും വളർത്തി ജീവിക്കുന്നു. അതിനുശേഷം ജയൻ 1980 ഒരു അപകടത്തിൽ മരിക്കുകയാണ്. ഈ അപകടത്തിൽ മരിക്കുന്ന സമയത്ത് ഈ മുരളി പറയുന്ന വ്യക്തി ഒരുപാട് ഇന്റർവ്യൂകളിൽ പലതും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചില ഇന്റർവ്യൂകളിൽ അമ്മ ആദ്യം കാണാൻ പോയി, എന്നെ കൊണ്ടുപോയില്ല എന്ന് ചില ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അമ്മ പോയില്ല, അമ്മ കാണാനേ പോയില്ല, പിന്നെ എന്നെ അടുത്ത വീട്ടിലുള്ള സ്ത്രീ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല ഇന്റർവ്യൂകളിലും അതിനെക്കുറിച്ച് പലതുമാണ് പറയുന്നത്. ചില ഇന്റർവ്യൂകളിൽ ഞാൻ പോയി പക്ഷെ എനിക്ക് ബോഡി തിരക്ക് കാരണം കാണാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. ചില ഇന്റർവ്യൂകളിൽ ഞാൻ കണ്ടു, എന്നെ അവിടുന്ന് എടുത്ത ആളുകൾ എറിഞ്ഞു, അങ്ങനെയൊക്കെ പലതും ഇതിനെക്കുറിച്ച് മാറ്റി പറയുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം ഇതൊക്കെ കഴിഞ്ഞ് തിരക്കെല്ലാം ഒഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് അടക്കിയ മുളങ്കാടകം ശ്മശാനത്തിൽ പോയിട്ട്, മുളങ്കാടകം ശ്മശാനത്തിലാണെന്ന് തോന്നുന്നു, അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ ചിത അമ്മ മോന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മോനെ ഇതാണ് നിന്റെ അച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനു മുൻപ് ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. ഈ ജയന്റെ അനിയനായ സോമൻ നായരുടെ വിവാഹത്തിന്റെ സമയത്ത് ഈ ജയൻ തങ്കമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇത്ര, ഞാൻ വേറെ വിവാഹം കഴിക്കില്ല, നിന്നെയും മോനെയും മാത്രമേ എന്റെ ജീവിതത്തിലുള്ളൂ, ഞാൻ വേറെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നത്ര ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ തങ്കമ്മ ഒരു ദിവസം ഇരിക്കുമ്പോൾ ആരോ പറയൂത്രേ, കൊട്ടാരത്തിൽ നിന്നാണ് ഈ ജയന്റെ കുടുംബത്തിനെ പൊതുവെ പറയാറ്, അവിടെ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട്. അതുകൊണ്ട് കൊട്ടാരത്തിലെ മോന്റെ ഭാര്യമ്മയുടെ മോന്റെ വിവാഹമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ തങ്കമ്മ വിചാരിക്കുന്നു, ആ ജയന്റെ വിവാഹമാണ്, എന്നോട് വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇവര് വളരെ ദേഷ്യത്തോടു കൂടെ ആ വീടിന്റെ മുന്നിൽ പോയിട്ട് സത്യാഗ്രഹിക്കുന്നു. ജയൻ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സത്യാഗ്രഹിക്കുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പോലീസുകാരോട് ജയൻ കോംപ്രമൈസിന് ചെന്നിട്ട് പറയുന്നു, എന്റെ അനിയന്റെ വിവാഹമാണ്, എന്റെ വിവാഹമല്ല, ഇതെന്റെ ഭാര്യയും മോനുമാണ്, അല്ലെങ്കിൽ ഇതെന്റെ മോനാണ്, ഇത് അവരുടെ അമ്മയാണ്, അത് ഞാൻ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്, ഞാൻ വിവാഹം കഴിച്ചതല്ല, എന്റെ അനിയന്റെ വിവാഹമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതെന്റെ മോനാണെന്ന് ആ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തു എന്ന് തങ്കമ്മ പറയുന്നുണ്ട്. തങ്കമ്മ മുരളിയോട് പറയുന്നുണ്ട്, മുരളി നമ്മളോട് പറയുന്നുണ്ട്, ഇതിനൊന്നും തെളിവുകളില്ല. പിന്നീട് കോടതിയിലും ഈ മുരളിയുടെ അമ്മ കേസ് കൊടുത്തിട്ടുണ്ട് ഇത്ര, ജയന്റെ മകനാണിത് എന്ന് പറഞ്ഞിട്ട്. ജയൻ അംഗീകരിക്കാൻ തയ്യാറായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഈ സ്ത്രീ എന്തോ വാശി കൊണ്ട് അതിന് തയ്യാറായില്ല എന്ന് പറയുന്നു. മുരളി തന്നെ പല ഇന്റർവ്യൂകളിലും അമ്മയെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അമ്മ എന്തൊക്കെയോ വാശിപ്പുറത്ത് അവിടുന്ന് ഇറങ്ങിപ്പോന്നു, അതുകൊണ്ട് എനിക്ക് ജയന്റെ മകനായിട്ട് നിൽക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ജയൻ നന്നായിട്ട് എന്നെ നോക്കാൻ തയ്യാറായിരുന്നു, നല്ല സ്കൂളിൽ ചേർത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്നിനും എന്റെ അമ്മ സമ്മതിച്ചില്ല. എന്നാൽ അമ്മ ആ വാശിപ്പുറത്ത് എന്നെ കൊണ്ടുവന്നിട്ട് അമ്മ എന്നെ നേരാവണ്ണം നോക്കിയില്ല, എനിക്ക് നല്ല ഭക്ഷണം തന്നില്ല, നല്ല വിദ്യാഭ്യാസം തന്നില്ല, നല്ല ജീവിതം തന്നില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പല രീതിയിലും ഈ മുരളി സോഷ്യൽ മീഡിയയിൽ അമ്മയെ മോശമാക്കിയിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഉമാനായരുടെ വിഷയം വന്ന ശേഷം 2017 എന്തോ ആയിരുന്നു തോന്നുന്നു, അതിനുശേഷം മുരളി എന്ന് പറയുന്ന വ്യക്തി നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് ജയനെയും, മരിച്ചുപോയ അനശ്വര നടൻ ജയനെയും, ജയന്റെ കുടുംബത്തിനെയും, ആദിത്യനെയും, കണ്ണൻ നായരെയും, അവരുടെ സോമൻ നായരെയും എല്ലാം നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സോമൻ നായർ മരിച്ച് കൃത്യം 1 വർഷം പോലും തികയുന്നതിന് മുൻപാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഈ മുരളി പറയുന്ന വ്യക്തി വന്നിട്ട് മുരളി ജയന്റെ മകനാണ് എന്ന് അവകാശപ്പെടുന്നത്, മാതൃഭൂമിയിലൊക്കെ ന്യൂസ് വരുന്നത്. ഈ സോമൻ നായർ മരിക്കുന്നവരെ ഇത് പറയാൻ ഒരിക്കൽ പോലും ഈ പറയുന്ന വ്യക്തി ധൈര്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നിരന്തരം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് ഇങ്ങനെ ജയനെ അപമാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഏത് വിഷയം വരുമ്പോഴോ, ആദ്യത്തിന്റെ ഒരു വിവാഹത്തിന്റെ ഡിവോഴ്സിന്റെ വിഷയം വരുമ്പോഴോ അപ്പോൾ വന്നിട്ട് അതിന്റെ അടിയിൽ പോയിട്ട്, അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ട്, നീയല്ല ജയന്റെ ബന്ധു, ഞാനാണ് ജയന്റെ മകൻ, അങ്ങനെ പറഞ്ഞിട്ട് നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഇദ്ദേഹം ജയന്റെ മകനാണ് എന്ന് തന്നെ വെക്കുക. ഇപ്പോൾ രൂപസാദൃശ്യമുണ്ട് എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്നുണ്ട്, ഉണ്ടായിരിക്കാം, ജയന്റെ മകനായിരിക്കാം എന്ന് വരെ ആവാം. അല്ലെങ്കിൽ ജയന്റെ അനിയന്റെ മകൻ സോമൻ നായരുടെ മകനാണെന്ന് പറയുന്നു, അതും ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സ്ത്രീ, പണ്ടത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് ആളുകൾ, നല്ല കാശൊക്കെ ഉള്ള ആളുകൾക്ക് നാട്ടിലൊക്കെ ഇഷ്ടം പോലെ അവീതം ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ് അവീതം എന്നൊക്കെ പറയും, ഒന്നുമല്ല. ഇപ്പോൾ ഒരു വലിയ മുതലാളി അല്ലെങ്കിൽ ഒരു ഭൂപ്രഭു ആണെങ്കിൽ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ആശ്രിതന്മാരും കുറേ ആളുകളും, അവരിൽ പല സ്ത്രീകളുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടാവും, പലരിലും മക്കളും ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു, ഇല്ല എന്ന് ആരും കണ്ണടച്ചിട്ട്
പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം പറയാം. പക്ഷേ അത് നമ്മൾ അംഗീകരിച്ച് അല്ലെങ്കിൽ അത് മകനാണ് അങ്ങനെയൊന്നുമല്ല. ആ മക്കളൊക്കെ കുറേ കാലം ഇങ്ങനെ അമ്മയ്ക്ക് ആ വീതത്തിൽ ഉണ്ടായതാന്നുള്ള രീതിയിൽ ഒരുപാട് നാണം കെട്ട് ജീവിക്കുന്നു. പക്ഷെ ചിലപ്പോൾ നല്ല പഠിച്ച് നല്ല ജോലി നേടി നല്ല നിലയിലെത്തുമ്പോൾ ഇതൊക്കെ മറന്ന് അല്ലെങ്കിൽ അമ്മയൊക്കെ നന്നായിട്ട് നോക്കി അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാതെ നിരന്തരം വന്നിട്ട് എൻ്റെ അമ്മ ഒരു മോശം സ്ത്രീയായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇത്രയും പേരും പ്രശസ്തിയുള്ള ഒരു വ്യക്തിയെ മോശം ആളായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന രീതിയിൽ ആരും പെരുമാറില്ല. ഇപ്പോൾ ഈ ജയന്റെ മകൻ എന്ന് അവകാശപ്പെടുന്ന മുരളി, ഇദ്ദേഹത്തിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഇദ്ദേഹത്തിന്റെ അച്ഛൻ രാമകൃഷ്ണൻ ആചാരി എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഈ അമ്മ എന്ന് പറയുന്ന തങ്കമ്മയുടെ ഭർത്താവ്, ആദ്യ ഭർത്താവ്. ഈ തങ്കമ്മയ്ക്ക് അറിയാം ആ ഭർത്താവുമായിട്ട് ഈ മകന് ഒരു ബന്ധവും ഇല്ല എന്ന് തങ്കമ്മയ്ക്ക് അറിയുന്നുണ്ടായിരിക്കും. ഈ മുരളിയുടെ യഥാർത്ഥ അച്ഛൻ ആരാന്നും തങ്കമ്മയ്ക്ക് അറിയുന്നുണ്ടായിരിക്കും. എന്നിട്ടും യാതൊരു എത്തിക്സും ഇല്ലാതെ ആ സ്ത്രീ പണ്ടേ ഒഴിവാക്കി വിട്ടൊരു ഭർത്താവിന്റെ പേരാണ് ഈ SLC ബുക്കിലോ അല്ലെങ്കിൽ സ്കൂൾ രജിസ്റ്ററിലോ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു സാധാരണ, ഇപ്പൊ ഈ ജയനായിട്ട് തന്നെയായിരുന്നു ഈ സ്ത്രീക്ക് ബന്ധം എന്ന് വെച്ചാലും അത് ആ കാലത്ത് നടക്കുന്ന ഒരു സാധാരണ സംഭവം മാത്രമായിരുന്നു. അതിന് ഈ നിരന്തരം വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് ഈ ഒരു പ്രശസ്തനായ വ്യക്തിയുടെ പേര് എന്തിനാണ് ഇങ്ങനെ മലിനമാക്കുന്നത് അല്ലെങ്കിൽ ആളുകൾക്ക് പരിഹസിച്ചിരിക്കാനുള്ള ഒരു അവസരമാക്കിയിട്ട് മാറ്റുന്നത് എന്തിനാണ്? ഇപ്പോ ഈ രാമകൃഷ്ണനാചാര്യനെക്കാട്ടിലും മോശമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ മുരളിയുടെ ഒരു അച്ഛൻ എന്ന് വിചാരിക്കുക. ഈ സ്ത്രീക്ക് ഇപ്പോൾ പലരുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കുമല്ലോ. കാരണം ആ സ്ത്രീ അത് കഴിഞ്ഞിട്ടും വിവാഹം കഴിച്ചിട്ടുണ്ട്. ഈ സോമൻ നായരുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു, ജയനുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ സ്ത്രീയുടെ ഈ മുരളി എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛൻ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ വലിയ പ്രശസ്തിയോ ഒന്നും അവകാശപ്പെടാനുള്ള ഇല്ലാത്ത അല്ലെങ്കിൽ പറയുമ്പോൾ നാണക്കേട് തോന്നുന്ന ഒരു വ്യക്തിയായിരുന്നു വെച്ചാൽ ഈ പറയുന്ന മുരളി സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം വന്നിട്ട് അതാണ് എൻ്റെ അച്ഛൻ, അതാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ആ പ്രശസ്തിയും ആ കിട്ടാനുള്ള ഒരു പ്രശസ്തി ഓർത്തിട്ട് തന്നെയാണ് ഇതിങ്ങനെ നിരന്തരം വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ്. എന്നിട്ട് ഈ മുരളി പറയുന്നത് കേട്ടിട്ട് ആദ്യത്തിന് എന്തോ ഒരു വീഡിയോ ഇട്ടാലും എന്തിനെ കുറിച്ചല്ല അല്ലെങ്കിൽ ആദ്യത്തിനെ കുറിച്ച് ഒരു ഫോട്ടോ എവിടെയെങ്കിലും കണ്ടാൽ അതിൻ്റെ ഇടയിൽ പോയിട്ട് നീയൊക്കെ ജയൻ്റെ ആരാടാ, ആ മുരളിയെ അംഗീകരിക്കുക എന്നൊക്കെ നിരന്തരം അതിൻ്റെ അടിയിൽ പോയി കമൻ്റ് ഇടുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നേ പറയാനുള്ളൂ. കാരണം ഈ മുരളി എന്ന് പറയുന്ന വ്യക്തിക്ക് ജയനുമായിട്ട് ബന്ധമുണ്ട് എന്ന് മുരളിയാണ് പറയുന്നത്. പക്ഷേ ഈ ആദിത്യ എന്ന് പറയുന്ന വ്യക്തിക്കും കണ്ണൻ നായർ എന്ന് പറയുന്ന വ്യക്തിക്കും ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിക്കും രക്തബന്ധം ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം ജയന്റെ അനിയനായ സോമൻ നായരുടെ മക്കളാണ് ഇവര്. ഇത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അവർ ഒരേ കുടുംബത്തിൽപ്പെട്ടതാണ്. പക്ഷെ മുരളി എന്ന് പറയുന്ന വ്യക്തി ഇതൊന്നുമല്ല, അദ്ദേഹത്തിന്റെ അവകാശവാദം മാത്രമാണ്. അദ്ദേഹത്തിന്റെ പ്രായമായ അമ്മയെ വരെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് അമ്മയോട് പറ അമ്മേ, ജയൻ എൻ്റെ അച്ഛനല്ലേ എന്ന് പറ അമ്മേ, വെല്ലുവിളിക്കുക അമ്മേ, ആനയല്ലേ അമ്മേ, ചേനയല്ലേ അമ്മേ എന്ന് പറയുന്ന വീഡിയോ വരെ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട്. ആ സ്ത്രീ മരിച്ചുപോയി, 2-3 വർഷം മുൻപ് മരിച്ചുപോയി. ഇനി വന്നിട്ട് അത് പറയാനോ തെളിവ് തരാനോ ആ സ്ത്രീ പോലും ജീവിച്ചിരിക്കുന്നില്ല. എന്നാലും ഇപ്പോഴും ആളുകൾ പോയിട്ട് ആദ്യത്തിനൊരു വീഡിയോ ഇട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് നിങ്ങൾ പോയിട്ട് ആ അമ്മയുടെ കാല് പിടിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ആ മകന്റെ കാല് പിടിക്കൂ, ആ മകനെ അംഗീകരിക്കൂ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പുച്ഛാണ് തോന്നുന്നത്. ഇനി ഇദ്ദേഹം മകനാണ് എന്ന് തന്നെ വെക്കുക. ഒരു ഉദാഹരണം പറയാം. ഇദ്ദേഹത്തിനെ പോയി സപ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്യുന്ന ആളുകൾ, ചേട്ടൻ ജയന്റെ മകനാണെന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് കണ്ണീര് പൊഴിക്കുന്ന ആളുകളില്ലേ, നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ വല്യച്ഛനോ ഒരു ജാരസന്തതി ഉണ്ട്, വീട്ടിലത്തെ വേലക്കാരിക്കോ അല്ലെങ്കിൽ അപ്പുറത്തെ അയൽവക്കത്ത് താമസിക്കുന്ന സ്ത്രീക്കോ അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ വന്നു പോയിരുന്ന ഏതോ ഒരു സ്ത്രീക്കോ ഒരു ജാരസന്തതി ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞു എന്ന് വെക്കുക. നിങ്ങൾ പോയിട്ട് അദ്ദേഹത്തിന് തോള് കൈയിട്ടിട്ട് ചേട്ടൻ എൻ്റെ ചേട്ടനാണ് ചേട്ടാന്ന് പറയുമോ? ഒരിക്കലും പറയില്ല. ഒരിക്കലും അംഗീകരിക്കാനും പോകുന്നില്ല, ഒരിക്കലും സ്വത്ത് കൊടുക്കാനും പോകുന്നില്ല. പലരും പറഞ്ഞു കണ്ടു ജയന്റെ സ്വത്ത് തട്ടിയെടുത്ത അനിയനും മക്കളും. അന്ന് ജയന് അനിയനും മക്കളും മാത്രമേ ഉള്ളൂ. ജയൻ മരിക്കുന്ന സമയത്ത് അനിയനും മക്കളും മാത്രം തന്നെയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്വത്തുകൾ അനിയനാണ് വന്നു ചേരുക. അല്ലാതെ എവിടെയോ കിടക്കുന്ന ഏതോ ഒരു സ്ത്രീക്ക് ഉണ്ടായി എന്ന് പറയുന്ന മകന് ആര് സ്വത്ത് കൊടുക്കും? ആരും കൊടുക്കില്ല. അല്ലെങ്കിൽ നിയമപരമായിട്ട് മകനാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹം കഴിച്ച സ്ത്രീയാണെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാന്നേ ഉള്ളൂ. ഇതല്ലാതെ ആ സ്ത്രീ പറയുന്നു ജയനാണ് എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ജയനിലാണ് എനിക്ക് ഈ മോനുണ്ടായത് എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പലരും പറയുന്നുണ്ട് ജയന്റെ അനിയനിലാണ് മോനുണ്ടായതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിരന്തരം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സത്യത്തിൽ ജയൻ എന്ന് പറയുന്ന നടനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് സ്വമേധയെ ആരെങ്കിലും പോയിട്ട് കേസ് എടുക്കേണ്ടതാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ എന്നേ പറയുള്ളൂ. ഈ ഇദ്ദേഹം എന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വെല്ലുവിളിക്കുകയാണ്, DNA എടുക്കാൻ വായോ, DNA എടുക്കാൻ വായോ, ഇദ്ദേഹത്തിന് കോർട്ടിൽ പോയിട്ടൊരു ഓർഡർ വാങ്ങിക്കൂടെ, ഞാൻ ജയന്റെ മകനാണ്, എനിക്കിത് പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ജയന്റെ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ DNAക്ക് തയ്യാറാവണം എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഇദ്ദേഹത്തിന് കൊടുത്തൂടെ? ഇദ്ദേഹം എന്തിനാണ് നിരന്തരം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വെറുതെ ഇവരെ വെല്ലുവിളിച്ചിട്ട് DNA എടുക്കാൻ വാ എന്ന് പറയുന്നത്? അവർ ചിലപ്പോൾ വന്നില്ല എന്ന് വരും. അവർക്ക് എന്താ ഇത് പ്രൂവ് ചെയ്യേണ്ട കാര്യം? അവർക്ക് ഒരു കാര്യമില്ല. അദ്ദേഹം ജയന്റെ മകനാണോ അല്ലേന്ന് പ്രൂവ് ചെയ്യേണ്ട കാര്യം അവർക്ക് എന്താണ്? ജയൻ മരിച്ചു പോയിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പോയി. എന്നിട്ട്
ഇപ്പോഴും നിരന്തരം ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്തിനാണ് ഇങ്ങനെ അദ്ദേഹത്തിനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വന്തം അച്ഛനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഊഹിക്കുന്ന കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ മിണ്ടാതെ കോമാളിയാവാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അദ്ദേഹം പുതിയ കുറേ കാര്യങ്ങൾ, പണ്ട് ജയൻ മരിച്ച സമയത്ത് അറിയാം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കൊന്നതാണ്, അദ്ദേഹത്തിനെ ബാലൻ കെ നായർ തള്ളിയിട്ട് കൊന്നതാണ്, അദ്ദേഹത്തിനോട് ശത്രുതയുള്ളവർ കൊന്നതാണ്, അല്ല ജയൻ മരിച്ചിട്ടില്ല, ജയൻ അമേരിക്കയിൽ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഊഹാപോഹങ്ങൾ ആ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മളത് ഒരു ആക്സിഡൻ്റ് ആയിരുന്നു എന്നൊക്കെ ഉള്ളതിൽ അത് ജനങ്ങൾ സാധാരണ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിരന്തരം ഈ മുരളി ചാനലുകളിൽ വന്നിട്ട് ജയനെ കൊന്നതാണ്, എനിക്കറിയാം, ജയനെ ഇന്ന ആൾ കൊന്നതാണ്, മറ്റേ ആൾ കൊന്നതാണ്, ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, MGR കൊന്നതാണ്, MGRന്റെ കാമുകി ലതയായിട്ട് ജയന് ബന്ധമുള്ളത് കൊണ്ട് MGR കൊന്നതാണ്, പിന്നെ അതേപോലെ എന്താണ് IV ശശി കൊന്നതാണ്, IV ശശി സീമയായിട്ട് ജയന് ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ട് IV ശശി കൊല്ലിച്ചതാണ്, പിന്നെ മാരകായുധം വെച്ച് തലക്കടിച്ചിട്ടാണ് കൊന്നത് എന്നൊക്കെ ഇദ്ദേഹം നിരന്തരം ചാനലുകളിൽ വന്നിട്ട് എന്നോ മരിച്ചുപോയൊരു മനുഷ്യനെ വീണ്ടും 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 കൊന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മകനാണെങ്കിൽ അദ്ദേഹം കോർട്ടിൽ പോയിട്ടൊരു ഓർഡർ വാങ്ങിയിട്ട് ഒരു DNA ടെസ്റ്റ് എടുക്കട്ടെ. അദ്ദേഹം ആ കാലത്ത് ഈ വിവാദം തുടങ്ങിയ 2017 ആ കാലത്ത് സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടായിരുന്നു. അന്ന് ജയൻ മരിച്ച് ജയനെ അടക്കി കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോഴേക്കും ഒരു പിടി ചാരം പോലും ജയന്റെ കർമ്മങ്ങൾ ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിനോട് അന്ധമായ ആരാധനയുള്ള ജനങ്ങൾ അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ ചാരവും എല്ലും ഒക്കെ വാരിയെടുത്ത് കൊണ്ടുപോയി ഇത്ര. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിലിട്ട, ഈ മുരളി പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റാണ്, നിങ്ങൾ ആരുടെങ്കിലും കയ്യിൽ അന്ന് സൂക്ഷിച്ച് വെച്ച എല്ലുണ്ടെങ്കിൽ എനിക്കൊന്ന് കൊണ്ടുതരുമോ, എനിക്ക് DNA ടെസ്റ്റ് നടത്താനാണ്. എന്തിനാണ് ഇങ്ങനെ കോമാളിയാവുന്നത്? അല്ലെങ്കിൽ ഇതിനു മുൻപ് കണ്ണൻ നായരോട് ഒരുപാട് തവണ DNA ടെസ്റ്റ് നടത്താൻ വരൂ എന്നൊക്കെ പറഞ്ഞു അത്ര. അന്ന് കണ്ണൻ നായർ വീഡിയോ ചെയ്തിട്ടുണ്ട്, DNA ടെസ്റ്റ് നടത്താൻ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ പിന്നെ മുരളി കുറെ കാലത്തിന് ഒന്നും മിണ്ടുന്നില്ല. പിന്നീട് വീണ്ടും വരും DNA ടെസ്റ്റ് നടത്താൻ വരും എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ കണ്ണൻ നായർ എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടു പോയി. ഇതില് മുരളി ചില ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട് കണ്ണൻ നായരുമായിട്ട് ഞാൻ നല്ല ബന്ധത്തിലായിരുന്നു എന്ന്. ചിലപ്പോൾ അത് അദ്ദേഹം മുരളി ജയന്റെ മകനാണെന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അറിയുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ ഒരു സഹതാപം കൊണ്ട് ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കും, അത് മകനാണ്. ഇപ്പോൾ ഈ മുരളി തന്നെ പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂവിൽ, ലക്ഷ്മി മോള് ഒരിക്കൽ ഞാൻ കണ്ടപ്പോൾ ലക്ഷ്മി മോളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇത് എൻ്റെ വല്യച്ഛൻ്റെ മകനാണെന്ന് രഹസ്യമായിട്ട് പറഞ്ഞു. അങ്ങനെ നല്ല മനസ്സോടുകൂടെ അംഗീകരിക്കാൻ അവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ അവര് അത് എല്ലാവരുടെ മുന്നിലും ജയന്റെ മകനാണ് എന്ന് പറഞ്ഞ് ജയനെ അപമാനിക്കാൻ അവർക്ക് തോന്നുന്നുണ്ടായിരിക്കില്ല. കാരണം ജയൻ എന്ന് പറയുന്നത് നമ്മൾ അത്രയും ആരാധിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിന്റെ പേര് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു അവീത കഥയിൽ കൊണ്ടുവരണമെന്ന് അവരുടെ കുടുംബത്തിന് ആഗ്രഹം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അവരൊരിക്കലും അംഗീകരിക്കുന്നു വിചാരിക്കാൻ പറ്റില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇപ്പം നമ്മൾ ഈ രേണുസുതിയെ കുറെ കാലം കണ്ടിരുന്ന പോലെയാണ് നിരന്തരം നമ്മൾ ഈ മുരളി ജയന്റെ ഇപ്പോൾ നമ്മൾ ഏത് തുറന്നാലും, യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും മുരളി ജയൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇദ്ദേഹത്തിനെ പൊക്കിക്കൊണ്ട് കിടക്കാൻ കുറച്ചു കാലം കുറെ പേരുണ്ടായിരിക്കും. കാരണം ഈ നീലക്കുയിലൊക്കെ പോലുള്ള മഞ്ഞ ചാനലുകൾക്ക് അതൊരു റേറ്റിംഗ് അല്ലെങ്കിൽ അവർക്ക് ഒരു വരുമാന മാർഗ്ഗമാണ് അത് എന്നുള്ളതാണ്. എന്ന് കരുതിയിട്ട് സ്വന്തം അച്ഛനാന്ന് അവകാശപ്പെടുന്ന ആളെ ഇങ്ങനെ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നതെന്ന് ചോദിക്കാനുള്ളൂ. ജയൻ മരിച്ച സമയത്ത് ജയന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു എന്നും ഒരു ഹെയർ ഹോസ്റ്റസ് ആയിട്ട് എന്തോ വിവാഹം ഉറപ്പിച്ചിരുന്നു എന്നൊക്കെ ശ്രീകുമാരൻ തമ്പി സാറ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് മുരളി പറയുന്നത്, എനിക്കറിയാം ജയൻ അങ്ങനെയൊന്നും ചെയ്യില്ല, കാരണം ജയൻ ഒരു മഹാനായ നടനാണ്, അദ്ദേഹം ഒരിക്കലും ഒരു ഹെയർ ഹോസ്റ്റസിനൊന്നും കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സ്വന്തം വീട്ടിലെ വേലക്കാരിയിൽ മകൻ ഉണ്ടാക്കി എന്ന് പറയുന്നതും ഈ പറയുന്ന മുരളി തന്നെയാണ്. അപ്പോൾ അത്രയും ഒരു ലോ ലെവലിലേക്ക് വരാവുന്ന മനുഷ്യൻ എന്താണ് ഒരു ഹെയർ ഹോസ്റ്റസിനെ കല്യാണം കഴിച്ചാൽ? അപ്പോൾ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മുരളി ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും മുരളി ജയന്റെ മകനല്ല എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം മനുഷ്യന്മാര് എത്ര മഹാന്മാരാണെങ്കിലും എത്ര വലിയ മനുഷ്യന്മാരാണെങ്കിലും അവർക്ക് ഒരുപാട് ദൗർബല്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ അപമാനിക്കാൻ പാടില്ല. മരിച്ചു കഴിഞ്ഞാലും സ്വസ്ഥത കിട്ടാത്ത മനുഷ്യന്മാരെന്ന് പറയില്ലേ, അതിൽ പെട്ടതാണ് ഈ ജയൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ കൊല്ലം സുധി എന്ന് പറയുന്നതൊക്കെ മനുഷ്യന്മാര്. അവരൊക്കെ ഇപ്പോഴും മരിച്ചിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഇപ്പോഴും ഇങ്ങനെ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പല മഹാന്മാർക്കും ഇതേപോലെ അവീത ബന്ധത്തിൽ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാത്ത മക്കളും ഒക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെ അവരൊന്നും ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നും അവർ അപമാനിച്ചുകൊണ്ടിരിക്കുന്നില്ല. നമുക്കറിയാം മഹാനായിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാവായിട്ടുള്ള TV തോമസിനെ കുറിച്ച്. അദ്ദേഹത്തിന് ഗൗരിയമ്മ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിൽ ഒരു മകനുണ്ട്. ആ മകനുണ്ട് എന്നുള്ളത് നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെ കണ്ടാൽ നമ്മൾ പറയും TV തോമസിന്റെ അതേ ചായയുള്ളൊരു മകൻ. അത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്, പാർട്ടിയിലുള്ള ആളുകളും അംഗീകരിച്ചിട്ടുള്ളതാണ്. അതവിടെ കഴിഞ്ഞു.
പിന്നെ അല്ലാതെ അയാൾ ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ട് എന്നും ചാനലിൽ വന്നിട്ട് ഞാൻ ജയൻ്റെ മകനാണ്, ഞാൻ അല്ലെങ്കിൽ ടി വി തോമസിൻ്റെ മകനാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അത് ഒരു മാന്യതയാണ്, നമ്മൾ മിനിമം പാലിക്കേണ്ട ഒരു മാന്യതയാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ മുരളി എന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്യാനുള്ളത്. അല്ലാതെ ഇത്രയും ഒരു ലോ ലെവലിൽ പോയിട്ട് ആ മനുഷ്യനെ അങ്ങനെ നിരന്തരം കൊന്നുകൊണ്ടിരിക്കരുത് എന്നേ പറയാനുള്ളൂ. നിങ്ങൾ നിയമപരമായിട്ട് പോവുക. ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടും ഈ ആദ്യം പറഞ്ഞ കാര്യം തന്നെ പറയാനുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഇതേപോലെ അവീത സന്തതികളുണ്ടെങ്കിൽ നിങ്ങൾ പോയി കെട്ടിപ്പിടിച്ച് എല്ലാവരുടെയും മുന്നിൽ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അയ്യോ ഇതെൻ്റെ വല്യച്ഛൻ്റെ ജാരസന്തതിയാണോ, ഇതെൻ്റെ ചെറിയച്ഛൻ്റെ ജാരസന്തതി, ഇതെൻ്റെ അച്ഛൻ്റെ ജാരസന്തതിയാന്ന് പറയാൻ നിൽക്കുമോ? ഒരിക്കലും നിൽക്കില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇമാതിരി കമൻറ്റുകൾ പോയിട്ട് ഇടുക. എത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.